Feeling my way through the darkness, guided by a beating heart. I can't tell where this journey will end, but I know where to start. They tell me I'm too young to understand. They say I'm caught up in a dream. Well, life will pass me by if I don't open up my eyes. Well, that's fine by me. So wake me up when it's all over, when I'm wiser and I'm older. All this time I was finding myself. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രിക്സിനെയും അനുവിനെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിനു ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു, നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിലും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. ഉത്തമ ഗീതം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എന്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എന്റെ പ്രിയൻ. അതിന്റെ നിഴലിൽ ആനന്ദപൂർവം ഞാൻ വിശ്രമിക്കുന്നു. അതിന്റെ പഴം എനിക്ക് മാധുര്യപൂർണമത്രേ. വിശുദ്ധശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹ പതാക എന്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാകിയാൽ മുന്തിരിയടതെന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ.
ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവ്. സമൂഹ പ്രാർത്ഥന. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കുവാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന അനുവിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരവും സുഹൃത സമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. നിന്റെ സമാധാനം ഞങ്ങളെ പ്രതിനിധിക്കണമേ. പ്രത്യേകങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാതെയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ താകുന്നിരിക്കുന്നവരെയും സമതമായി അനുഗ്രഹിക്കണമേ. ഞാൻ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിൽ അങ്ങേ കണ്ടാന്തിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ മിലഹദൈവവും മറിയൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവസ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ മിലഹദൈവമേ, സമർഗിത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാൻ കാഴ്ചയേകിടാം ഇന്നു പൂർണ്ണമായി നൽകാം. കണ്ണീർക്കണങ്ങളാൽ കഴുകിടാം മാമിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമായി. കണ്ണീർക്കണങ്ങളാൽ കഴുകിടാം മാമിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പ്രത്യേകമായിട്ട് നമ്മൾ തങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യത്തിൽ പ്രവേശിക്കുവാനാണ് തങ്ങളുടെ സമ്മതം പറയുവാനുള്ള അനു നിങ്ങൾക്ക് ഒരു നിമിഷം ഇരിക്കുക. എല്ലാവർക്കും ഒരു നിമിഷം വരില്ല എന്ന് പറയുന്നത് തുടക്കത്തിൽ 2 വാക്ക് പറഞ്ഞ് ചെറിയൊരു ചടങ്ങാണത്. അതിനുശേഷം നമുക്ക് നവീകരണത്തിലേക്ക് പ്രവേശിക്കാം. എവിടെയാണെന്നാണ് പറയുന്നത്? നമുക്കതിന് ദിവസമായി അല്ലേ? എല്ലാം ഓടി പിടിച്ചുള്ള ഒരു സമയമാണ്, തിരക്കിന്റെ സമയം. എന്നാലും നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അടുത്ത അല്ലെങ്കിൽ മുൻപായിട്ട് കോഴ്സിനൊക്കെ പോയിട്ടില്ല അല്ലെ? വിഭാഗ ജീവിതത്തിൽ ഒരു കോഴ്സെല്ലാം നടത്തി ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് തിരക്കിനിടയ്ക്ക് അല്പം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറ്റിയോ? സ്വസ്ഥമായിട്ടുള്ള മനസ്സ് ഒന്ന് ശാന്തമാക്കാറ്, കർത്താവിന്റെ മുമ്പില് സ്വയം ഞാൻ ആരാണ്, ഞാൻ എവിടേക്ക് പോകുന്നതെന്ന് ചിന്തിക്കാൻ വേണ്ടിയായിട്ട് അല്ലെങ്കിൽ അതിപ്പം നിമിഷങ്ങളൊന്ന് ഹൃദയമൊക്കെ തുറക്കുക. ഇങ്ങനെ ദിവസങ്ങൾ 1-2 ദിവസമോ അല്ലെ? 27, 28 കല്യാണമാണ്. വിവാഹ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ന്യൂജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാറായി കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്നത് ഒരു വൈബാണ്. ഇതിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ, പഴയത് കൊണ്ടുവന്ന് പുതുതാക്കുന്ന രീതികള്, ആഘോഷങ്ങള്, ഇവന്റുകൾ നടത്തിയുള്ള രീതികളൊക്കെയാണ്. അതൊക്കെ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആഘോഷങ്ങൾ മറ്റുള്ളവരെ കാണുന്നു, കൂടുതൽ സന്തോഷിക്കുന്നു, അല്ലേ? അതൊക്കെയുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് ഭാഗ്യമായിട്ടൊരു കാര്യമാണ്. പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്? ഹൃദയത്തെ ഒരുക്കുക എന്നുള്ളതാണ്. വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്നു. വിവാഹം 2 മനസ്സുകളുടെ ഒന്ന് ചേരലാണ്, 2 ശരീരങ്ങൾ ഒന്ന് ചേർന്ന് പുതിയൊരു കുടുംബത്തിന്റെ ക്രിസ്തുവിന്റെ നാമത്തില് ആരംഭം കുറിക്കുന്ന ഒരു നിമിഷമാണ്. അതിനാണ് നിങ്ങൾ സമ്മതം പറയുക. നിങ്ങളും തയ്യാറാണ്. 2 കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നവര് മുൻപരിചയം കാണുമായിരിക്കും. പക്ഷെ 2 കുടുംബത്തിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ മാതാപിതാക്കളുള്ളവര്, വ്യത്യസ്ത പശ്ചാത്തലമുള്ളവര്, വ്യത്യസ്തമായ രീതികളുള്ളവര്, എങ്കിലും ഒന്നായി തീരുന്നു കർത്താവിന്റെ സ്നേഹത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവിന്റെ സ്നേഹത്തില് ഒന്നായി തീരുന്നു. അപ്പൊ അനുവിനെ എനിക്ക് മുൻപേ അറിയാവുന്നതാണ്. മുൻപ് ഞങ്ങളുടെ കുറ്റൂരിലുള്ള കപ്പേളയിൽ വന്ന മാതാവിന്റെ തിരുനാളിന് 2 പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് പൂക്കളൊക്കെ അലങ്കരിച്ച്, അന്ന് എവിടെ പോയി പഠിച്ചിട്ടുള്ളതല്ല, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് വരുന്നതാണ്. ഭംഗിയായിട്ട് ഇടം സൂക്ഷിക്കുക, കർത്താവിന്റെ ഇടം പൂക്കൾ വയ്ക്കുന്ന, മനോഹരമായിട്ട് പൂക്കളൊക്കെ അലങ്കരിച്ച് വയ്ക്കുന്ന ഒരു വ്യക്തി ഇവിടെയും പള്ളിയിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. എന്നും
അലങ്കാരമായി നിൽക്കുക എന്നുള്ളത്, പുരുഷന്റെ അലങ്കാരമായിട്ട് നിൽക്കുക എന്നല്ലേ. അതുകൊണ്ടാണ് ആണുങ്ങളുടെ കൂടെ സ്ത്രീകളൊക്കെ പോകുമ്പോൾ എന്താണ് മെലിഞ്ഞു പോകുക എന്ന് പറയില്ലേ, ശരിയല്ലേ? ചേട്ടനേക്കാളൊന്നുകൂടി സുന്ദരിയായിട്ട് ഞാൻ ഇരിക്കണമെന്ന് പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ആഗ്രഹിക്കും. അല്ലാതെ പറയുന്നത് അപ്പൊ ആ പുരുഷന്റെ ഒരു അലങ്കാരമായി നിൽക്കാൻ പറയുന്ന ആ ഒന്നു ചേർന്നുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്ന രീതി. അപ്പൊ ചേട്ടന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം വാനും അവിടെ എന്തൊരു ചേർച്ചയാണ്, ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോകുന്ന അവസ്ഥകൾ, അവിടെ ഒരുമിച്ചുള്ള ചിന്തകൾ, ജീവിതം കെട്ടിപ്പടുക്കുന്ന രീതികൾ, അതൊക്കെ വീട്ടുകാരും അതുപോലെ കൂട്ടുകാരും കണ്ടുകയും ചിലപ്പോൾ പറയും പിന്നീട് അങ്ങനെ അലങ്കാരമാക്കിയിരുന്നു. അപ്പൊ മറ്റുള്ള പൂക്കൾ ജീവിതത്തെ എന്തൊക്കെയാണോ ഇത് ഒരുമിച്ച് ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അലങ്കാരങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത്. ചിലപ്പോൾ പൂക്കൾ തന്നെ കട്ട് ചെയ്ത് കളയും അല്ലെ, ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി. ചില മുള്ളുകൾ ചിലർക്ക് പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. അപ്പൊ അത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കാറുണ്ട്. അപ്പൊ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ പനിയോടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, അപ്പൊ എവിടെയൊക്കെയാണ് ജീവിതം ഭംഗിയായി കഥാനുഭവത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം, അതൊക്കെ എവിടെയെങ്കിലും ഒഴിക്കേണ്ട ആവശ്യമുള്ളത്, കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുള്ളത്, അത് തയ്യാറാകണം. കാരണം ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങളൊക്കെ പോലെ അല്ലേ, രണ്ട് വ്യക്തിത്വങ്ങളാകുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമായിരിക്കുന്നില്ല. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദമ്പതിമാർക്ക് വേണ്ടി 3 കാര്യങ്ങളാണ് പറയുന്നത്. അണുവിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ, 3 വാക്കുകൾ. 1 താങ്ക്സ്, 2 പ്ലീസ്, 3 സോറി. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം സെൽഫ് അണ്ടർസ്റ്റുഡ് അല്ല. അപ്പൊ നമുക്ക് ഇപ്പോ അനുവേന് റിക്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരികയാണെങ്കിൽ അല്ലെങ്കിൽ റിക്സിന് അന്വേഷണം ചെയ്തു തരിക സെൽഫ് അണ്ടർസ്റ്റുഡ് ആണ്. അതിന്റെ പുറകിൽ അധ്വാനമുണ്ട്, അതിന്റെ പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും. സമയത്തിന്റെ ഇതിനകത്തൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരുമിച്ച് പോകുമ്പോൾ അപ്പോൾ അറിഞ്ഞുകൊണ്ട് താങ്ക്സ് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഇരിക്കുന്ന ദമ്പതിമാരോട് ചിന്തിച്ചോളും. നിങ്ങൾ അങ്ങനെ ഹസ്ബൻഡോട് വൈഫിനോട് മാറി മാറി കഴിയുമ്പോൾ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒത്തിരി സമയത്ത് ഉണ്ടാക്കി. ഈ കാറ്ററിംഗ് ഫുഡ് കഴിച്ച് മറത്തു, എന്തായാലും നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതിന്റെ ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ചെറുതായ കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് ഡൗണായിരിക്കുന്ന സമയത്തായിരിക്കും വന്നിട്ട് എന്ത് പറ്റും കേട്ട് എന്ന് ചോദിച്ച് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് അതേപോലെ അതിന് വന്ന് ചോദിച്ച് ഒരു ഉന്മേഷം കിട്ടും, ശക്തി കിട്ടുന്നതായിട്ട് ഒഴുകുവാനാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിന്റെ ജീവിതത്തിൽ. അപ്പോൾ താങ്ക്സ് പറയാനുള്ള നിമിഷങ്ങൾ. താങ്ക്സ്. പിന്നെ പ്ലീസ്. ഈ പ്ലീസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പൊ പണ്ട് കാലത്ത് എന്താണ് ഇവിടെ കൃഷിക്കാരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ കാരണവന്മാര് എന്താണ് പാടത്ത് പോയി അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ വരുമ്പോഴതാണ് മേശയ്ക്ക് ഒരുക്കിയിരിക്കും. വൈഫിന്റെ പണി എന്താണ്, ഭാര്യയുടെ പണി എന്താണ്, ഭക്ഷണം ഒരിക്കൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പൊ അതൊക്കെ നിർബന്ധങ്ങള്. അങ്ങോട്ട് നടക്കും കാര്യങ്ങൾ. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നതല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴും ചിലപ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുന്നതായിട്ട്, മനസ്സ് ഒന്ന് ചേർത്ത് വെക്കുന്നതായിട്ട്. അപ്പൊ നമുക്ക് തോന്നും നമ്മുടെ ഡിഗ്രി കോട്ടം പറ്റില്ല, ഒരിക്കലുമില്ല. നമ്മുടെ മഹിനീകരിക്ക് കുഞ്ഞിനൊരിക്കലും ഒരു കോട്ടം പറ്റില്ല. അവിടെ ചിലപ്പോൾ ഒന്നും ദയവായിട്ട് ചെയ്യാവോ നല്ലതായിരിക്കും ദയവായിട്ട് സെൽഫ് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമല്ല അത്. അതിന് പറയുന്നു കുറെ മാലിന്യം വെറുതെ ഉണ്ടാകും, കാര്യങ്ങളുണ്ടാകും. പ്ലീസ് എന്ന് പറയാനായിട്ട് സാധിക്കണം. നീ അത് ചെയ്ത എന്ന് പറയാതെ ചെയ്യും. അങ്ങനെ പറയുന്നത് മേധാവിത്വത്തിന്റെ രീതിയാണ്. ഇപ്പൊ ദാമ്പത്യ ജീവിതം ഇങ്ങോട്ട് പോകണമെങ്കിൽ ഒരു രീതി ഉണ്ടാക്കുന്ന മനോഭാവതാണ് ദയവായി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കാര്യങ്ങൾ സമീപിച്ചുകൊണ്ട് പരസ്പരം പെരുമാറി പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സോറി.
ഞാൻ ജർമ്മനിയിലെ ജോലികൾ അങ്ങനെയാണ് അതിൻ്റെ ആന്റിക്കായിട്ട് പരിചയം, ഇവരുടെ ഫാമിലി ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ വരുന്നത്. എൻ്റെ ആന്റിയുടെ മടത്തിൽ തന്നെയാണ് അതിൻ്റെ ആന്റി സിസ്റ്ററായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ജർമ്മനി ജോലി ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അങ്ങനെ ആന്റിക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജർമ്മൻ പഠിച്ചത്. ഞങ്ങളുടെ കോണ്ടാക്റ്റും ഉണ്ട്. അപ്പൊ ഞാൻ ജർമ്മനി ജോലി ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ ജൂബിലേക്ക് ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയി. കാരണം നമ്മൾ അവർ പ്രസംഗം പറയാനായിട്ട് അവരെ കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയി കേട്ട് അവർ രണ്ടുപേരും ഇത് പറയാണ്, അച്ഛാ ഈ 50 വർഷവും ഒരു ദിവസം പോലും ഉമ്മ കൊടുക്കാതെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഉമ്മ കിട്ടുന്ന കാര്യമല്ലത്. അതിന്റെ അർത്ഥം എന്താണ്? മനസ്സ് കളങ്കമില്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തത്തോടു കൂടിയാണ് ഉറങ്ങാൻ തോന്നിക്കുന്നത്. എന്തെങ്കിലും ചെറിയ വാക്വ്യത്യാസം ഉണ്ടായിട്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞു തീർത്താണ് ഉറങ്ങുവാൻ പോയിരുന്നതെന്നാണ്. അപ്പോൾ സോറി എന്ന് പറയുവാനായിട്ട് സാധിച്ചാല് കിടക്കുന്നതിന് മുൻപ് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അപ്പൊ അതും ആ ദാമ്പത്യ ജീവിതത്തെ ഒന്നുകൂടി വളർത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ്, പ്ലീസ്, സോറി ഈ വാക്കുകൾ ഒരുമിച്ചുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾ ഒന്നായിട്ട് വളരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നിങ്ങൾ ഒന്നിപ്പിക്കുന്ന ആരാണ്? നിങ്ങൾ ഒന്നിപ്പിക്കുന്ന ആരാണ്? എന്ന് പറഞ്ഞ് ഈശോ അത് ശരിയാണോ? നിങ്ങൾ മാതാപിതാക്കൾ തീരുമാനിച്ചു, നിങ്ങൾ ഒരുമിച്ച് വരണമെന്ന് അങ്ങനെ സംബന്ധിച്ചു, അതൊക്കെ ദൈവത്തിന്റെ ഉപകരണങ്ങളാണ്. നമ്മൾ സുവിശേഷ സ്നേഹത്തെ കുറിച്ചൊക്കെ വിവാഹത്തിന് പ്രത്യേകമായിട്ടും യേശുവാണ് നിങ്ങൾ ഒന്നിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അറിയാനുള്ള ആരാണ്? യേശുവാണ്. യേശുവിന്റെ പക്കലാണ് ആ സ്നേഹം. ഏതിപ്പോ ഫ്രഷായിട്ട് നിൽക്കണം. ഒരു കുറവ് അതിന് വരാൻ പാടില്ല. അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടുക. അമ്മ കാനായിലെ കല്യാണത്തിന് എപ്പോഴും ആ കാനായിലെ കല്യാണത്തിന് വീഞ്ഞു വരുമ്പോൾ വെള്ളം വീണാക്കാൻ സഹായിച്ച ആളാണ്. എപ്പോഴാണ് ഈ സ്നേഹത്തിൽ കുറവ് വരുന്നത്, എപ്പോഴാണ് അല്പം ബുദ്ധിമുട്ടുകൾ വരുന്നത്, എപ്പോഴും മാതാപിതാക്കൾ സഹായം തേടുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ധരണിയിലേക്ക് അങ്ങോട്ട് ഇടുക. ആ അമ്മയോട് പറയാം, അമ്മ ഞങ്ങളും സഹായിക്കും. അപ്പൊ യേശു അവർ സ്നേഹമായിട്ട് നിങ്ങളുടെ സ്നേഹം നിലനിർത്താനായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും അവിടെ ഇടപെടും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആശയങ്ങൾ, അഭിലാഷങ്ങൾ കർത്താവ് സ്നേഹത്തില് ഉള്ള പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലതായ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധം നിങ്ങൾ സഹായിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾ എന്ന സംഭവം നടത്തുമ്പോൾ എല്ലാവിധ അനുഭവങ്ങളും കയറി നമ്മൾ ഒരുമിച്ച് പോകുവാനായിട്ട് ക്രിസ്തു സ്നേഹ വഴി നമുക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, നമുക്കെന്നാൽ ഒരു നിമിഷം കൂടി കഴിഞ്ഞ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇത് രണ്ടുപേരെയും സമർപ്പിച്ചുകൊണ്ട് ഇവർ തുടങ്ങുന്ന ജീവിതം കർത്താവ് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്വർഗ്ഗവും ഭൂമിയും പ്രവർത്തിക്കുന്നു. മനുഷ്യർ അങ്ങയുടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങൾ ശിക്ഷിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിലേക്കരുതേ, ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും
സ്നേഹ കൂട്ടായ്മയ്ക്ക് മനുഷ്യർക്കും നിലനിൽപ്പനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്തു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓരോ പിതാവ് ഇസ്ഹാക്കിനെയും ജീവിത പങ്കാളികളായി അനുഗ്രഹിച്ച കർത്താവ് വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്നു. ലക്സിന്റെയും അനിലിന്റെയും സ്വന്തം മനസ്സോടെ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവ് ഞങ്ങൾ അനുഭവിച്ചറിയും ബാല്യത്തെ വഴിയൊരുക്കിയ കർത്താവ് വിവാഹ വാഗ്ദാനം നടന്നിരിക്കുന്ന ഈ ദാസരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവഭയങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. എങ്കിൽ തന്മേലുള്ള നാവിനെയും വ്യാധിഭാഷത്തിൽ നിന്ന് അതരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴിയൊരുക്കിയ കർത്താവ് വിവാഹ വാഗ്ദാനം നടന്നിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങ് നൽകിക്കൊള്ളുന്ന പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവസൗഭാഗ്യങ്ങളും നന്മകളും തന്നെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മെ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങൾ പാടുന്നു എന്റെ കർത്താവിനെ സത്യമായ ശരീരം ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്ന നിങ്ങൾപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ സമാധാനം ഞങ്ങളുടെ കർത്താവായ ജീവദായകമായ പുതിയെ പ്രകാശിപ്പിക്കണം. അതുവഴിയാണ് ശരീരങ്ങൾക്ക് പോയിരിക്കുന്ന സ്നേഹവും സ്ഥലവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരങ്ങളെ സ്തുതിക്കുന്നതിനെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സമാധാനം നിങ്ങളോട് കൂടി. പരിശുദ്ധ സുവിശേഷം അധ്യായം 15:9 മുതൽ 12 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹവാഗ്ദാനത്തിനായി കൂടിയിരിക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹവാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിലെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കണം. ഞങ്ങളുടെ കർത്താവായ ദൈവം വിവാഹവാഗ്ദാനം ചെയ്യുവാനായിട്ട് നമ്മൾ അണിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. നമ്മുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ, അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നിങ്ങൾ ഈ വിവാഹ നിശ്ചയം
പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. സാക്ഷികൾ രണ്ടുപേര് ഇവിടെ ആരാണ് സാക്ഷ്യം പ്രാർത്ഥന? മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം ഉദാശയിലൂടെ അനുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നവോ? അനു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം ഉദാശയിലൂടെ റിക്സിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ റെക്സിനെയും അറിവിനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായ വിവാഹ വാഗ്ദാനം ചെയ്ത ദാസരുടെ കാര്യത്തിന്റെ ഫലം കൈകി നീട്ടണമേ. നിളമ്മയായ പരിശുദ്ധ കന്യകാമയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മറിയൗസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്തികയുടെയും പ്രാർത്ഥന ഇവിടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സർവവിശുദ്ധതയും വിശേഷ്യ ഞങ്ങൾ സഭയിലെ വിശുദ്ധതയും പവിത്രതയും മധ്യസ്ഥർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ദൈവത്തിന്റെ പരിപാടികൾ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുത്തെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യുകയും അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തിന്റെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടി വിവാഹപ്പെട്ട ഉദാശയാണ് യുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹിച്ചു വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Baba,
സ്വസ്ഥനിന്നു നിന്നെ തൂകി യോഗമാർഗമി പാവനം സർവം എത്തിക്കും പകരം എത്തിക്കും പകരം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സ്ഥാപിച്ച വിവാഹദാശിലേക്ക് വിവാഹ വാഗ്ദാനം വഴി വിശുദ്ധമായി ഉള്ളിൽ ആഗ്രഹിച്ച് എന്ന വാഗ്ദാനം നടത്തിയ ഈ വിഭാഗാർത്ഥികളെ പ്രേക്ഷനെയും അനുവിനെയും ആശീർവദിക്കണമേ. ഇവരാണ് തന്നെ ജീവിതത്തിൽ അങ്ങയുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികമായ പ്രധാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുവനന്തപുരത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ വിശ്വാസം, ശരണം, സ്നേഹത്തിന്റെ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഖങ്ങളും മനസ്സിൽ വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണം. ഇവരെ വളർന്നു വലുതാക്കി ഇവരെ മാതാക്കളെയും ഇവർക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണം. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വാസങ്ങളുടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമയുടെ മാധ്യസ്ഥവും എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Our love is like a story that
ദയാസമ്പന്നനായ ദൈവമേ, സ്നേഹമുള്ള ഒരു ഹൃദയം എനിക്ക് തന്നതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്നെ വിളിച്ചതിനും അനുയോജ്യനായ റിക്സിനെ എനിക്ക് പങ്കാളിയായി തിരഞ്ഞെടുത്ത് നൽകിയതിനും പ്രത്യേകമാവിധം ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് ഭവ്യവേദമാകട്ടെ. അങ്ങ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്നേഹത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും കേന്ദ്രമായി എൻ്റെ പ്രിയപ്പെട്ട റിക്സിനെ ഭവിക്കട്ടെ. ഞങ്ങളുടെ വിവാഹവേദിയിലേക്ക് ആനയിക്കുവാനായി ഓരോ തരത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ വിവാഹം സമാധാനപരമായും സന്തോഷകരമായും നടക്കുമാറാകട്ടെ. കാനായിലെ വിവാഹ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളായ ധന്യരാക്കിയ അങ്ങ് ഞങ്ങളുടെ വിവാഹാഘോഷത്തിലും മുഖ്യാതിഥിയായിരുന്നത് കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. ആമേൻ. ദിവസം തങ്ങളുടെ വിവാഹം വാഗ്ദാനം ചെയ്ത് ഈ ഭവനത്തിലായിരിക്കുമ്പോൾ തങ്ങളുടെ വിവാഹത്തിനായിട്ട് അടുത്തൊരുക്കത്തിലായിരിക്കുന്ന റിക്സിനെയും അനുവിനെയും പ്രത്യേകമായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഈ ഭവനത്തിലായിരിക്കും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഇവരുടെ ഈ ഒരുക്കത്തിലും മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിലും നീ ഒന്നും കൂടെ നിന്ന് ഇവരുടെ വഴികാട്ടിയായി യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിലനിൽക്കുവാനായിട്ട് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എങ്ങളുടെ നാം പോയതുമാണ് എങ്കിൽ രാജ്യം വേണമേ. തിരുമണി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തന്മേനോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ തെറ്റുവാൻ ഞങ്ങൾ ക്ഷമിക്കണമേ. നമ്മളുടെ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ സ്നേഹം നല്ലവനായ ദൈവം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഓർത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ന് വാഗ്ദാനം ചെയ്ത് അടുത്തപടി ചവിട്ടി കയറുന്ന റിക്സിനെയും അനുവിനെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് അവരാരംഭിക്കുന്ന വിവാഹ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിനുമായി തീർക്കുവാനായിട്ട് ഇടപെടുത്തട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കൂടെ നിൽക്കുവാനായിട്ട് ഇനിയും ഒത്തിരി വ്യക്തികളെ പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുവാനായിട്ട് നല്ലവനായ ദൈവം ഇവരെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധരുടെ എല്ലാവിധ പ്രാർത്ഥനയും സകല മാലാഖമാരുടെ സംരക്ഷണവും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോമിശിഹായ്ക്ക് இவளோடு நடந்தேனா இந்த மாயத்தில் நானும் விழுந்தேனா We are now in the smaller part of the celebration and we thank our dear ones who were with us earlier at St. Anthony's Church for the betrothal ceremony. And those who are just joining in, a warm welcome.
மூச்சாகும் நாம் கைகோர்த்த காதல் கதை. And listen, let us all rise and give our warmest welcome to them. So there you have it, ladies and gentlemen, our newly engaged lovely couple. Let us again give them a big round of applause. வாசம் என் மூச்சோடு பேசும் பொய் பூசாத நேசங்களே உயிரே. Mr. Jose Pier and Mrs. Tina Jose. I request you to come on stage. Let's give them a big round of applause. Of course, we are truly happy to have here Mr. Paul Stephen and Mrs. Joshi Paulson. Parents of the groom. Let's give them a big hand. The best expression to show love. So I now request that Uncle Joe give a button to the ball and then to the girl. Lying in the garden, everything you wanted, blowing in the hurricane. Right back where you started, staring at the stars and hoping that they call your name. 'Cause every time we come together, holding on for better weather, the circuits in our hearts collide when I got you by my side. We get by, we always do, running through the fire like it's win or lose, do or die. It's me and you, always stick together, yeah, you know it's just the way that we do. La 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 la. La 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 la. La 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 la. Always stick together, yeah, you know it's just the way that we do. Running through the moonlight. Now I would like to call upon fathers of the bride and the groom, Mr. Jose Pier and Mr. Paul Stephen, for giving the couple garlands. Praying it'll be fine, someone's looking out for you. 'Cause every time we come together, holding on for better weather, the circuits in our hearts collide when I got you by my side. We get by, we always. Celebration is never complete without a bottle of good wine. Let us now prepare for the toast to the bride and the groom. I now invite Meenu, this is from the bride, to give wine toast for the bride and the groom. As her sister, I express love of God and the love you are building and the life and the career you are building. And I wish you all the happiness. You know it's just the way that we do. We get by.
ഏത് തടസ്സങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഉറപ്പാണ് ചങ്ങലയാക്കുക. And also is a divine symbol. Now I would like to invite Anthony to meet the couple, Kalabon. ഇതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. बेचारा कदमों पे गिर के उससे ना भूल
നിനക്ക് വേണ്ടി കൊടുങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ എന്റെ സ്വന്തമായി നിനക്ക് വേണ്ടി കൊടുങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ
അതൊരു റെസ്പോൺസ് ഇല്ലാതെ നല്ലൊരു കാര്യമല്ലേ? ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ലൊരു കോർഡിനേഷൻ ഉണ്ട്. അപ്പൊ ബ്രൈഡുമായിട്ട് ഇനി മാറ്റാൻ ആണ്. ഇവരെ ഒരു കൊല്ലം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് മീന ചേച്ചി പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു തോന്നുന്നു ഇവരുടെ എൻഗേജ്മെന്റ്. അപ്പൊ എന്തായാലും പറയാനുണ്ടായിരുന്നു ജനുവരി. അപ്പൊ എൻഗേജ്മെന്റാണ് പറയുന്നത്. ബ്രൈഡിനെ നോട്ട് ചെയ്യുന്നു, ഇതിപ്പോ ഗ്രൂമിനെ നോട്ട് ചെയ്യുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇതിൽ ആരാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ക്വസ്റ്റ്യൻസിനായിട്ട് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആളെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം എടുത്ത് നോക്കുക. ഓക്കെ, ഈസി അല്ലേ? മനസ്സിലായില്ലേ? ഗ്രൂമിൽ മനസ്സിലായില്ലേ? ഗ്രൂമിൽ സ്പോണ്ട് ചെയ്യില്ലേ? നല്ലൊരു ഐഡിയ അല്ലേ? ഗ്രൂമിൽ മനസ്സിലായില്ലേ? ബ്രൈഡ് മനസ്സിലായില്ലേ? അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇത്രയും ആൾക്കിടയിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിനും സുഖമാണോ, അതോ നിനക്കിപ്പോ എങ്ങനെയുണ്ട്, നീ അവിടെ എങ്ങനെയാണ്, നിനക്ക് ഓക്കെ അല്ലേ, എന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആള്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആള്. സിൻസിയറായിട്ട് അതെനിക്ക് അറിയാവുന്ന പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് എപ്പോഴും ശരി? നീ അത് ചെയ്താൽ അത് സംഭവിക്കൂ, നീ അങ്ങോട്ട് പോയാൽ അത് നടക്കൂ, എന്നെ എപ്പോഴും ഉറപ്പുള്ളത് ആക്കണം, എപ്പോഴും റൈറ്റ്. ഹു ഈസ് ഓൾവേസ് റൈറ്റ്? ചോദ്യം മനസ്സിലായിട്ടാണ് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എങ്ങോട്ട് നീ പോയാലും ഇതിപ്പോ അങ്ങോട്ട് ചെന്നാൽ നീ അതേ നടക്കൂ. ഇല്ല, ഇപ്പൊ നീ ഇവിടെ അവിടെ തന്നെ പോകും, നിനക്ക് ചിലപ്പോൾ സംഭവിക്കും. എന്താ പറഞ്ഞേ? ശരിയായിട്ടുള്ള ആള്. Who is always right? അത് നോക്കിയിട്ട് ചെയ്തു, അത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും നന്നായിട്ട് ഡ്രസ്സിംഗ് സ്റ്റൈലുള്ളതാണോ? അത് ചതിച്ചു. അല്ല, ഫോട്ടോസ് കാണിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ വാശി ആർക്കാണ്? ഏറ്റവും കൂടുതൽ വാശി ആദ്യം അടിയിലായി കഴിഞ്ഞാൽ സോറി ഉണ്ടായിരുന്നു. മേക്കപ്പ് കോൾ ആരംഭിക്കുന്നത്. ഇപ്പൊ ഒരടിയിലായി കഴിഞ്ഞാൽ നിങ്ങൾ എബ്രോഡ് ആണല്ലോ. അപ്പൊ എന്തായാലും മേക്കപ്പ് കോൾ എന്തായാലും വരണം. അതല്ല ആദ്യം വിളിക്കുക. സോറി പറയാറില്ല പറയുന്നത്. ഇത്ര അധികം കഴിഞ്ഞല്ലോ സോറി പറയാണ്ടിരിക്കാൻ. സോറി പറയാനേ മറക്കും. ഇത്രയും നല്ല ലവ്ലി കപ്പിളാണ് നമുക്കുള്ളത്. നല്ലൊരു ഐഡിയ. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല. ആരാണ് ഏറ്റവും കൂടുതൽ സോറി പറയാ? ആദ്യത്തെ മേക്കപ്പ് കോൾ ആദ്യമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ അടുത്ത് സീക്രട്ടിന് പോയി മുന്നേ എൻഗേജ്മെന്റിനൊക്കെ വന്നു. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയിട്ടാണ് ആവാറ്.
വന്നതിന് ലേറ്റ് ആയതാണ്. ഏറ്റവും കൂടുതൽ ടൈം ആവാനായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുമ്പോ അവിടെ അതിലേക്ക് വരുന്ന ടൈം ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇറങ്ങണമെന്ന് പറയുന്നു, ഒരാൾ വിളിക്കുന്നു, ഞാൻ ഇറങ്ങുന്നു, ഞാൻ എപ്പോഴും സ്പ്രേ അടിച്ചിട്ട് പോകും. അത്രയും റണ്ണിങ്ങിലേക്ക് ആയിട്ടുള്ള അങ്ങനെ ഈ പറഞ്ഞ രണ്ട് ഇവരും കൃത്യസമയത്ത് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ സമയത്തും ആള് നേരം വരും. ഈ രണ്ട് സമയത്ത് മാത്രം ആള് കൃത്യസമയത്ത് വരും. അപ്പൊ ബാക്കിയുള്ള എല്ലാ നേരവും ഞാൻ ലേറ്റ് ആണെന്നാണ് മണി പറയുന്നത്. ലേറ്റ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ എൻഗേജ്മെന്റിനും ബാക്ക്ഗ്രൗണ്ടിലും ആള് നേരത്തെ ഇരിക്കുന്നു. അപ്പൊ ഈ നേരത്ത് ബാക്കിയുള്ള നേരത്ത് റിക്സൻ ചേട്ടൻ ലേറ്റ് ആകുമ്പോഴും അനു ചേച്ചി ഈ രണ്ട് നേരത്താണ് ലേറ്റ് ആയെന്ന് അനു ചേച്ചി പറഞ്ഞു വരുന്ന ലോജിക്കൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലേ? അപ്പൊ ആരാണ് ലേറ്റ് ആയി വരുന്ന ആള്? അപ്പത്തിന് ആരാണ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിരുന്നു? സീരിയസ് രണ്ടുപേരും സീരിയസ് ആണോ? ഇത്രയും സീരിയസ് ആയ ആളാണ് ഒരു മേക്കപ്പ് കോൾ ആദ്യം വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മറവി രോഗമുള്ളവരാകും. നല്ല ഓഡിയൻസിനെ ആരാണ് ഏറ്റവും കൂടുതൽ കീസ് കാർ ഓടിക്കുന്ന ആളാണ്? രണ്ടുപേരും കാർ ഓടിക്കുന്നത്. രണ്ടുപേരും കാർ ഓടിക്കുന്ന ആൾക്കാരാണ്. അവരെ കീസ് മറന്നോ? ഞാൻ കാറിലെത്തി കാർ തൊക്കാൻ അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് കീസ് എടുത്തില്ല എന്ന് മറന്നു പോകുന്ന ആളാണ്. ഇല്ലേ മോള് മറക്കാറില്ലയോ? ഞാൻ മറക്കാറില്ല. ഞാൻ എന്താ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ മൂവി കാണാൻ പോയില്ലേ? രണ്ടുപേരെ കുറിച്ച് ഇതിനുവേണ്ടി പോയില്ല. ഇതിനുവേണ്ടി പോയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ായിട്ട് മേലും ചേച്ചി ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. പോയത് ഒരുമിച്ച് രണ്ടുപേരും മാത്രമായി പോകണം. നെക്സ്റ്റ് ടൈം പോയത് ആദ്യമായിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് അഥവാ ഐ ലവ് യു ഏത് പറഞ്ഞതാണ്? ആരാദ്യമായിട്ട് പറഞ്ഞേ? സീരിയസ്ലി മൈക്കെടുത്തേക്ക് കൊണ്ടുവരുമ്പോ പറയുന്നില്ല. അപ്പൊ ആദ്യം എല്ലാവരും പറഞ്ഞത് ഗ്രൂം പറയുന്നത് ബ്രൈഡാണ്, ബ്രൈഡ് പറയുന്നത് ഗ്രൂമാണ്. ഇതിലെന്റെ ലോജിക് ഒരുമിച്ച് പറഞ്ഞു. ഓ അതപ്പോ ഒരാൾ ഐ ലവ് യു പറഞ്ഞപ്പോ അടുത്ത ആൾ ഐ ലവ് യു ടു പറഞ്ഞാണ് ഒരുമിച്ച് പറയും. അപ്പൊ അതിൽ ആദ്യം ആരാണ് പറഞ്ഞത്? ആരാണ് ആദ്യം പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പണി ആരാണ്? ഏറ്റവും കൂടുതൽ പണി ഇത്രയും പണിയാണ് നമ്മുടെ ഇത്രയും പണിയാണ്. സീരിയസ് പണിയാണ്. സീരിയസ് പണിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ് നമ്മൾ എടുത്താണെങ്കിൽ ഈ കപ്പിള് ഓഡിയൻസിന് തോന്നിയ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണം. ഈ കപ്പിളേറ്റ് നന്നായി ഡാൻസ് കളിക്കുന്നത് ആരാണ്? ഓഡിയൻസിന് എന്താ തോന്നുന്നത്? ഗ്രൂപ്പ് നന്നായി ഡാൻസ് കളിക്കും. കളിക്കുന്നില്ല.
അതുകൊണ്ട് ഞാൻ നേരത്തെ അതുകൊണ്ട് ഞാൻ ഇത് നോക്കിയത്. Growing restless in the wind, searching for a brighter day, leaving yesterday behind. Oh, looking forward into the light. I found you, a world brand new. Sky is blue when I'm with you. I found you.